ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ മുടി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുടി കണ്ടില്ലേ ഒരു ചപ്രതല പോലെ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുടിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെറുണ്ട് സ്ട്രീക്സിൻ്റെ, അത് വെച്ച് ചെയ്യുകയാണ്. മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കെട്ടുകളൊക്കെ കളയുക. ആ സെറം നന്നായിട്ട് ഉപയോഗിച്ചിട്ട് മുടിയുടെ കെട്ടുകളൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് ചീന്തി എടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ എന്തിനാണെന്നില്ലേ. നമ്മൾ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ മുടി നമ്മൾ നല്ല ക്ലീനാക്കി ചെയ്യണം, എന്നിട്ട് വേണം അത് ഉപയോഗിക്കാൻ. അപ്പോൾ ഞാനത് ഒരു 10 മിനിറ്റ് നേരം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് ചൂടാവണമല്ലോ, നല്ല സ്ട്രൈറ്റും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് ചെയ്യാൻ വെച്ചതാണ്. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാനത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് ഏകദേശം 284 എത്ര റുപ്പീസ് വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടായ ശേഷം എന്ത് ചെയ്യണം, നമ്മൾ മുടിയിലൊക്കെ എന്ത് ചെയ്യാം, നന്നായിട്ട് ഓരോ എടുത്തിട്ട് ഇങ്ങനെ നല്ല ചൂടോടൊക്കെ തന്നെ എന്ത് ചെയ്യുക, സ്ട്രൈറ്റ് ചെയ്യുക. അതിന് ഓരോ സൈഡായിട്ട് ഇങ്ങനെ ചെയ്ത ശേഷം, പക്ഷെ വലിയ ഹീറ്റൊന്നുമില്ല കേട്ടോ. പൊള്ളണ ഹീറ്റൊന്നും ഇത് അനുഭവപ്പെടുന്നില്ല. ചില വീഡിയോയിലൊക്കെ പറയുന്നത് ഹീറ്റ് ഉണ്ടാകും പൊള്ളുന്നൊക്കെ, പക്ഷെ അതിങ്ങനെയൊന്നും സംഭവിക്കുന്നൊന്നുമില്ല കേട്ടോ. ചൂട് കുറവാണ്. ചൂട് കുറവായത് കൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് സ്ട്രൈറ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ എൻ്റെ തലമുടിയുടെ കോലം കണ്ടില്ലേ, ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഒതുക്കമില്ലാത്തൊരു മുടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ നിൽക്കുന്നത്. ഇന്ന് നീളമുള്ള മുടിക്കാരുടെ മുടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എന്തായാലും ബെറ്ററായിട്ട് തോന്നും, ഒന്നും കൂടി ഒന്ന് സ്ട്രൈറ്റായിട്ട് തോന്നും. എന്നാൽ നമുക്ക് സിമ്പിളായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് സ്ട്രൈറ്റ് ചെയ്തിട്ടൊക്കെ പുറത്തേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് ലാസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ചെയ്ത ശേഷം ചെറുതായിട്ടായിട്ടുള്ളൂ, വലിയ രീതിയിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. കണ്ടില്ലേ ഗൈസ്, ഇതാണിപ്പോൾ ചെയ്തതിന് ശേഷമുള്ള മുടിയുടെ അവസ്ഥ. ചെറുതായിട്ടൊക്കെ ആവും കേട്ടോ. ഇത് ഹീറ്റ് കുറവുള്ളതുകൊണ്ടെന്നുണ്ട് ഇങ്ങനെ ആവുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ.